ഫ്രണ്ട്സ്, ലെമൺ ആൻഡ് സ്പൈസസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായി വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2-3 മാങ്ങ വേണം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് മിൽക്ക് പൗഡറോ യൂസ് ചെയ്യാവുന്നതാണ്. ബസുമതി റൈസ് 3-4 മണിക്കൂർ കുതിർത്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം ഈ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചോറ് വേവിച്ചെടുക്കുന്നത് പോലെയാട്ടോ ഇത് വേവിക്കേണ്ടത്. ഉപ്പ് ഒരല്പം കുറവ് ചേർത്താൽ മതി. ഒരല്പം കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറായി കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അരി ഒരല്പം വേവ് കൂടിയിരിക്കുന്നതായിരിക്കും നല്ലത്. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മാങ്ങ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ മാംഗോ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇനി ചോറിൻ്റെ പാകം എന്തായി എന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. ശരിക്കും ഇത് ഗ്ലൂട്ടിനസ് റൈസിലാട്ടോ ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ മുമ്പ് ബസുമതി റൈസിൽ ട്രൈ ചെയ്തപ്പോൾ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയത്. ഇനി നമുക്കുണ്ടാക്കേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്താൽ മതിയാവും. ഞാൻ അതിന് പകരം കോക്കനട്ട് പൗഡർ വെച്ചിട്ടാണ് കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാവുന്നതാണ്. കോക്കനട്ട് മിൽക്ക് പൗഡറിന് 2 ആവശ്യങ്ങളാണുള്ളത്. ഒന്ന്, കോക്കനട്ട് ക്രീം ഉണ്ടാക്കണം. പിന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കിയ ചോറ് കോക്കനട്ട് മിൽക്കിൽ ഒന്നും കൂടി ഒന്ന് പറ്റിച്ചെടുക്കണം. തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണെങ്കിൽ 2ാം പാൽ ചോറ് വറ്റിച്ചെടുക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. 1ാം പാൽ കോക്കനട്ട് ക്രീം ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഞാൻ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാട്ടോ ഈ ചോറ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ച കോക്കനട്ട് മിൽക്കിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ചോറിലേക്ക് ചേർത്ത് കൊടുത്ത് പറ്റിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 കപ്പ് പാലുണ്ടാകും. ചോറ് വേവിച്ചെടുക്കാൻ തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ചോറിന് ഒരു കോക്കനട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. മാംഗോ സ്റ്റിക്കി റൈസ് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ അതിന് മുകളിലേക്ക് അല്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. പാലൊക്കെ പതുക്കെ പറ്റി ചോറുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരട്ടെ. അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് കെനിയൻ മാംഗോയാട്ടോ. വളരെ സ്വീറ്റും ടേസ്റ്റിയുമാണിത്. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ സ്ക്വയർ പീസായിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പൂണിൽ കോരിയെടുക്കാൻ എളുപ്പമായിരിക്കും കഴിക്കുമ്പോൾ. വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ചോറ് ഇപ്പോൾ ഇവിടെ വെന്ത് നന്നായിട്ടൊരു കുഴഞ്ഞ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് ക്രീമാണ് തയ്യാറാക്കേണ്ടത്. അതിനായി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ 1ാം പാൽ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് പാല് നമ്മൾ മാറ്റി വെക്കണം എടുത്ത്. അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് തിളച്ചു വരുന്ന കോക്കനട്ട് മിൽക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഒപ്പം തന്നെ മധുരം വേണ്ടതിനനുസരിച്ചുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഏകദേശം ഈ ഒരു പാകത്തിന് കുറുക്കിയെടുക്കണം. ഇനി തീ ഓഫ് ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസ് റെഡിയാക്കി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളുണ്ടാക്കിയ കോക്കനട്ട് ചോറും ക്രീമും മാംഗോയും എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഒരു ബൗള് ചോറെടുത്ത് നന്നായിട്ട് ഇങ്ങനെ അമർത്തിയെടുക്കണം അത്. എന്നിട്ട് ആ ചോറ് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് കമിഴ്ത്തി കൊടുക്കാം. ചോറ് ഇങ്ങനെയാട്ടോ ഇരിക്കേണ്ടത്. നമ്മൾ ആ വയ്ക്കുമ്പോൾ അതേ ഷേപ്പിൽ നമുക്ക് ചോറ് കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം. ഇനി അതിൻ്റെ സൈഡിലേക്ക് അല്പം കട്ട് ചെയ്ത മാംഗോ പീസസ് ചേർത്ത് കൊടുക്കാം. വീട്ടിലാവുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ തയ്യാറാക്കിയ കോക്കനട്ട് ക്രീമാണ് ഞാൻ ഇതിൻ്റെ മീതേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1-2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അടുത്തതായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഇതില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല, ടേസ്റ്റൊക്കെ അടിപൊളി തന്നെയാണ്. ഇനി ചേർക്കേണ്ടത് എള്ളാണ്. വെളുത്ത എള്ളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തത് കൊണ്ട് ഞാൻ കറുത്ത എള്ളാണ് അല്പം വിതറി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 4 പ്ലേറ്റ് കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് അറിഞ്ചും പൊറിഞ്ചും കഴിച്ചു തീർത്തു ഇത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീണ്ടും ഒരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ ഗൈസ്, സീ യു.